എല്ലാവർക്കും നമസ്കാരം. അൽബനി ഫിസിയോയുടെ ഒരു അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ റീഹാബിലിറ്റേഷൻ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലിഗമെൻറ്റിൻ്റെ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ഫിസിയോതെറാപ്പി ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ഫ്രാക്ചർ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൈയുടെ എല്ലുകൾ ഒടിയാം, കാലിൻ്റെ എല്ലുകളെ ജോയിൻറ്റ് ഫ്രാക്ചർ വരാം. ഇങ്ങനെയുള്ള ഫ്രാക്ചർ എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്കുള്ള ഒരു 60% ആൾക്കാർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രാക്ചർ റിഡക്ഷൻ, അതായത് രണ്ട് തരത്തിലുള്ള റിഡക്ഷൻ ഉണ്ട്. ക്ലോസ് റിഡക്ഷൻ ഉണ്ട്, ഓപ്പൺ റിഡക്ഷൻ ഉണ്ട്. ഓപ്പൺ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർജിക്കലി പ്രൊസീജിയർ ചെയ്ത് ഓപ്പൺ റിഡക്റ്റ് ചെയ്തത്. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയപടി എല്ലുകളെ യോജിപ്പിക്കുന്നതിനാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ക്ലോസ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് കറക്റ്റ് എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കറക്റ്റായിട്ട് ഇമ്മൊബിലൈസ് ചെയ്യുന്ന പരിപാടിയാണ് ക്ലോസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഇൻട്രാമെഡുലർ നെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫിക്സേഷനോ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഓപ്പൺ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സർജിക്കൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ക്ലോസ്ഡ് റിഡക്ഷനോ ഓപ്പൺ റിഡക്ഷനോ ചെയ്ത ശേഷം പിന്നെ നമ്മുടെ കൈ പഴയ പോലെ ആകും എന്ന് സാധാരണക്കാർക്ക് ഒരു ധാരണയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അല്ല. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫിസിയോതെറാപ്പി മസ്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള നമ്മുടെ കൈയുടെ ബലം അല്ലെങ്കിൽ കാലിൻ്റെ ബലം അല്ലെങ്കിൽ കാലിന് ഫ്രാക്ചർ ആണെങ്കിൽ നടക്കാൻ നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള ആ ഒരു ബലത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യണം. അപ്പോൾ അത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മളിന്നൊരു ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ പോകുന്നത്. ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ഫ്രാക്ചർ ഉണ്ട്. കോമ്പൗണ്ട് ഫ്രാക്ചർ ഉണ്ട്, മൾട്ടിപ്പിൾ ഫ്രാക്ചർ, കമ്മ്യൂണിറ്റി ഫ്രാക്ചർ, അങ്ങനെ ഫ്രാക്ചറിന് പലതരം കാറ്റഗറൈസേഷൻ ഉണ്ട്. അതൊന്നും നമ്മൾ പറയുന്നില്ല. ഈ ഫ്രാക്ചർ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് റിഡക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഹെമറ്റോമ, അത് ഫ്രാക്ചർ വന്ന ശേഷം ഒരു ബ്ലഡിൻ്റെ അക്യുമുലേഷൻ ഹെമറ്റോമ ഫോം ചെയ്യും. അതിൻ്റെ അത് പിന്നെ ഓസ്റ്റിയോ ബ്ലാസ്റ്റ്, ഓസ്റ്റിയോ ക്ലാസ്റ്റ്, ഓസ്റ്റിയോ, അങ്ങനെ പലതരം ഒരു ഫിസിയോളജി പ്രവർത്തനങ്ങൾ നടന്ന ശേഷം, അതായത് നമ്മുടെ ബോൺ ഫോം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആദ്യം നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ബോൺ ഫോം ചെയ്യും, കാലസ് ഫോർമേഷൻ, പിന്നെ സോഫ്റ്റ് ബോൺ ഫോർമേഷൻ, അങ്ങനെ ഒരു പലതരം ഒരു ബോൺ ഫോർമേഷൻ നടന്ന ശേഷമാണ് എന്താ പറയുക നമ്മുടെ ഒരു പഴയ രീതിയിലേക്കാകുന്നത്. അപ്പോൾ ഇങ്ങനെ അതുപോലെ ലിഗമെൻറ്റിൻ്റെ ആണെങ്കിൽ ലിഗമെൻറ്റ് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ, ലിഗമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പലതരം വള്ളികൾ പോലെ, അതായത് നമ്മുടെ ജോയിൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വള്ളികൾ പോലെ ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ള റബ്ബർ ബാൻഡ് പോലത്തെ ഇതാണ് ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ലിഗമെൻറ്റിനും ഇഞ്ചുറി ഉണ്ടാവാം. ലിഗമെൻറ്റ് ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഗമെൻറ്റ് ഇപ്പം അവൽഷൻ ഫ്രാക്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞൊരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ബോണിൻ്റെ പാർട്ടോട് കൂടി ഒരു ഫ്രാക്ചർ സംഭവിക്കുക. അതായത് ലിഗമെൻറ്റ് ടെൻഡനോ വിട്ടുപോവുക, ആ വിട്ടുപോകുന്ന ഭാഗത്ത് ബോണിൻ്റെ ചെറിയ പാർട്ടോട് കൂടി തന്നെ ഇങ്ങനെ വിട്ടുപോരുന്ന അവസ്ഥകൾ വരും. അപ്പം അല്ലാതെ ലിഗമെൻറ്റ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ലിഗമെൻറ്റ് വിട്ടു പോകുന്ന കേസുകളെ, അല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ടിയർ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു തോർത്ത് എടുത്ത് നമ്മൾ രണ്ടുപേര് അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് വലിക്കുകയാണെങ്കിൽ നടുക്കുന്ന് രണ്ടായിട്ട് വിട്ടു പോകുന്ന കേസുകളുണ്ട്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കുന്ന് കീറിപ്പോകുന്ന കേസുകളുണ്ട്. തോർത്ത് അവിടെ തന്നെ നിൽക്കും, ഇടയ്ക്കുന്ന് കീറിപ്പോകുന്ന കേസുകളുണ്ട്. രണ്ടായിട്ട് വിട്ടു പോകുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ സർജിക്കലി മാത്രമേ നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇടയ്ക്കുന്ന് വിട്ടു പോകുന്ന തോർത്തിൻ്റെ കാര്യം ഓർത്താൽ മതി. ഇടയ്ക്കുന്ന് വിട്ടു പോകുന്ന കേസാണെങ്കിൽ നമുക്കതിന് നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുക, പിന്നെ ഓട്ടോമാറ്റിക് റിപ്പയർ നടക്കും. റിപ്പയർ നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫിസിയോളജിയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതായത് ഇൻഫ്ലമേറ്ററി, അതായത് ആദ്യം ഒരു ബ്ലഡെല്ലാം വന്ന് അക്യുമുലേറ്റ് ഇൻഫ്ലമേഷണറി പ്രോസസ്സ് നടക്കും. അത് കഴിഞ്ഞ ശേഷം അങ്ങനെ പല പല പ്രോസസ്സ് നടന്നിട്ട് ആ ഒരു എന്താ ഒരു റിപ്പയർ നടക്കുകയാണ്. ബോണിൻ്റെ ആണെങ്കിൽ റിപ്പയറിങ് ഫേസ്, റീമോഡലിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ പല പല ഫേസുകളാണ് നമ്മുടെ ബോൺ റിപ്പയറിന് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യ പോർഷനായിട്ട് നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യും. ആ പാർട്ടിനെ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുകയാണ്. ആ പാർട്ട് നമ്മൾ മൂവ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ പ്ലാസ്റ്റർ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറഞ്ഞ ഒരു സപ്പോർട്ട് കൊണ്ടോ ഒക്കെ നമ്മളവിടെ ഒന്ന് ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കുകയാണ്. ഈ ഇമ്മൊബിലൈസ് ചെയ്യുന്ന പീരീഡിലും ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആഫ്റ്റർ ഇമ്മൊബിലൈസേഷൻ ഫിസിയോതെറാപ്പി ചെയ്യേണ്ട കാര്യമുണ്ട്. കാര്യം ഇമ്മൊബിലൈസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സ്, ഹീലിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹീലിംഗ് പ്രോസസ്സിനെ നമ്മളൊന്ന് എന്താ പറയുക സ്പീഡപ്പ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ലാതെ തന്നെ അത് റെഡി ആകാൻ വേണ്ടി നമ്മൾ ഒരു അൾട്രാസൗണ്ട് തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പി ഉണ്ട്. ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഇപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ കാര്യം ഇത് വീട്ടിൽ ചെയ്യാനുള്ള ടെക്നിക്കല്ല. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പോയി ചെയ്യേണ്ട കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിനെ നമ്മളൊന്ന് സ്പീഡപ്പ് ആക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ ശേഷം ഈ നമ്മുടെ പ്ലാസ്റ്റർ എടുത്തു അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് എടുത്ത ശേഷം പിന്നെ എന്തിനാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നുള്ളതാണ്. കാര്യം ഈ ഒരു ടെൻഡനോ അല്ലെങ്കിൽ ലിഗമെൻറ്റോ ഒക്കെ ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ ഇത് അതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല എങ്കിൽ, അതായത് ഫിസിയോതെറാപ്പി ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു മൂവ്മെൻറ്റും ചെയ്തില്ല എങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് കയറ് പോലെയാവും. കയറ് പോലെ ആയിക്കഴിഞ്ഞാൽ ആ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആ ഒരു മൂവ്മെൻറ്റ് ആ ജോയിൻറ്റിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏത് പോർഷനിലാണെങ്കിലും ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുകയില്ല. പിന്നെ ഉള്ളൊരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് ഡിസ്യൂസ് അട്രോഫി എന്ന് പറയും. അതായത് നമ്മുടെ നല്ല മസിൽ ബൾക്കൊക്കെയുള്ള കൈ ആണെങ്കിൽ പിന്നെ കൈ അങ്ങ് ശോഷിച്ചു പോകും. ഈ കൈ ശോഷിച്ച് പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നോക്കുന്ന ഒരു മസിലിന് അതൊരു 50,000 ഫൈബേഴ്സ് ഉണ്ട്. 50,000 ഫൈബേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്യൂസ് അട്രോഫി, അതായത് പല പല ഫൈബറും പൊട്ടിപ്പോയി അതിൻ്റെ ഒരു ബൾക്ക് കുറഞ്ഞു വന്ന് അത് ശോഷിച്ച് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അവിടെ നമ്മൾ എക്സർസൈസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മസിൽ ബൾക്ക് റെഡിയാകും, മസിൽ ഫൈബർ ഒന്ന് റെഡിയാകുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നല്ല, തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സർജിക്കലി ഉള്ള കേസുകൾക്കും, അതായത് നമ്മുടെ ഫ്രാക്ചർ വരുന്ന കേസുകളും ലിഗമെൻ്റ് ഇഞ്ചുറിക്കൊക്കെ നമ്മൾ ഫിസിയോതെറാപ്പി തീർച്ചയായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഈ ഒരു കേസിനെ പറ്റി. ഫ്രാക്ചർ കഴിഞ്ഞ് കഴിഞ്ഞാലോ ലിഗമെൻ്റ് ഇഞ്ചുറി കഴിഞ്ഞ് കഴിഞ്ഞാലോ എന്തിനാണ് ഫിസിയോതെറാപ്പി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല, അല്ലെങ്കിൽ നമ്മളോട് ആരും പറഞ്ഞില്ല ഫിസിയോതെറാപ്പി ചെയ്യാൻ എന്നൊക്കെ പല ധാരണക്കാരും. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ വന്നൊരു പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈസെപ്സ് റിപ്പയർ, ട്രൈസെപ്സ് മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് നമ്മുടെ ഈ പോർഷൻ കൂടെ പോകുന്ന മസിൽസാണ് ട്രൈസെപ്സ് എന്ന് പറഞ്ഞത്, ഇത് ബൈസെപ്സും. അതിൻ്റെ റിപ്പയർ കഴിഞ്ഞൊരു പേഷ്യൻ്റ് ശരിക്കും അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്ഷനും കിട്ടുന്ന, ഐ മീൻ ഈ മൂവ്മെൻറ്റും കിട്ടുന്നില്ല, ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റും കിട്ടുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് തീർച്ചയായിട്ടും ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴത്തേന് മാത്രമേ നമുക്ക് ആ മൂവ്മെൻറ്റ് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഏത് സർജറി കഴിഞ്ഞാലും, പ്രത്യേകിച്ച് ലിഗമെൻറ്റിൻ്റെയോ ടെൻഡൻ്റെയോ അല്ലെങ്കിൽ മസിലിൻ്റെ റിപ്പയറോ കഴിഞ്ഞ ശേഷം നമ്മൾ ഫിസിയോതെറാപ്പി തീർച്ചയായിട്ടും ചെയ്തില്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആവും. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഒരു കറക്റ്റ് റേഞ്ച് ഓഫ് മോഷൻ കിട്ടാതെ ആ ഒരു മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നല്ല, തീർച്ചയായിട്ടും റെസ്ട്രിക്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ ഫ്രാക്ചർ കഴിഞ്ഞ ശേഷം നമ്മൾ തീർച്ചയായിട്ടും, അതായത് മസിലിൻ്റെ ഒരു പഴയ ബൾക്കിലേക്കും പഴയ ഒരു റേഞ്ച് ഓഫ് മോഷനിലേക്കും അല്ലെങ്കിൽ പഴയ ഒരു നമ്മുടെ ഒരു ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ റെഡി ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്തേ മതിയാവും. നമ്മൾ ഈ ഒരു മൊബിലൈസേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇത് വരുന്നത് നമ്മൾ ജോയിൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ലിഗമെൻസിനോ, ജോയിൻറ്റിലാണ് ലിഗമെൻറ്റ് വരുന്നത്, ജോയിൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ടെൻഡനോ അല്ലെങ്കിൽ ആ ഒരു മസിലിൻ്റെ ടേപ്പറിങ് എന്നാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്ന സർജിക്കലി റിപ്പയർ ചെയ്ത കേസുകൾക്കൊക്കെയാണ് ഭയങ്കര ഈ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യൻറ്റിന് വേദന ഉണ്ടാവും. വേദന ഉണ്ടായി കഴിയുമ്പോഴത്തേന്, പക്ഷേ അത് ഒരു ലോങ് ലാസ്റ്റിംഗ് വേദനയല്ല. നമ്മൾ ചെയ്ത ശേഷം ഒരു അരമണിക്കൂറത്തിന് വേദന ഉണ്ടാകും, അല്ലെങ്കിൽ 1 മണിക്കൂറത്തിന് വേദന ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വേദന അങ്ങ് സബ്സൈഡ് ആവും. അപ്പോൾ നമ്മളത് ക്രയോതെറാപ്പി, ഐസ് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ആ വേദന നമുക്ക് മാറി പഴയ രീതിയിലേക്ക് വരും. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ മാത്രമേ, അതായത് ഇഞ്ചുറി സംഭവിച്ചു, റിപ്പയർ ചെയ്തു, സർജറി ചെയ്തു, ഇത് കഴിഞ്ഞിട്ടൊരു നിശ്ചിത കാലഘട്ടം, ഐ മീൻ ഒരു 1 മന്തിനിടയിൽ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് റെഡിയായില്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല, പിന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ആ കൈ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള സർജിക്കൽ പ്രൊസീജർ ചെയ്ത ആളുകളും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ട ആളുകളും അതിനുശേഷം എന്താണെങ്കിലും നിങ്ങൾ മൂവ്മെൻറ്റ് ചെയ്യുക, നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം ഒരു 1.5 വർഷം കഴിഞ്ഞൊരു കേസൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേന് കൈ ആണെങ്കിൽ ഇനിയും അത് നമുക്ക് പഴയപടി ആക്കാൻ പറ്റുമോ സാറേ എന്ന് ചോദിച്ച് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് നമുക്ക് മുഖത്ത് നോക്കി തന്നെ പറയേണ്ടി വരും, പിന്നെ ബുദ്ധിമുട്ടാണ്. കാര്യം ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ അത് ലഭിക്കില്ല. അതുകൊണ്ട് ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു സർജറി ചെയ്ത ശേഷം ഒരു വിത്തിൻ 1 മന്ത് അല്ലെങ്കിൽ ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾ ഡോക്ടർ നിങ്ങളോട് എന്തായാലും സർജൻ നിങ്ങളോട് പറയും, ഇത്ര ദിവസത്തിനകം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ഇത്ര ദിവസത്തിനകം കംപ്ലീറ്റ് റേഞ്ച് ഓഫ് മോഷൻ ആക്കുക എന്നുള്ള പറയും. അത് തീർച്ചയായിട്ടും നിങ്ങൾ അവഗണിക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും ഫിസിയോതെറാപ്പി ചെയ്ത് നിങ്ങളുടെ പരിപൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കണം, അല്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നൊരു ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു അവയർനെസ് ആണ് നിങ്ങൾക്ക് തന്നത്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതിക്കൊണ്ട് നമസ്കാരം.